എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 14 ഞായറാഴ്ച. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയാൽ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുരിശിൻ്റെ അടയാളം നിങ്ങളെ ആശീർവദിക്കുന്നു. എല്ലാം ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ, ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ, ലോൺ ലഭിക്കാത്തവരെ, വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവരെ, കടങ്ങൾ പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതെല്ലാം പോംവഴികള്, ജപ്തി നടപടി നേരിടുന്നവരെ, കർത്താവെ അങ്ങ് വിചാരിച്ചതെല്ലാം പരിഹരിക്കാൻ കഴിയും. കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റും ഇൻ്റർവ്യൂ എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. റിസൾട്ട് വരുന്നുമില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റണില്ല, ജീവിതം സ്റ്റക്കായിപ്പോയവരെ, കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിൽ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവരെ, മരുന്നുകൾ കഴിച്ചിട്ട് മരുന്ന് മാറി കഴിച്ചിട്ടും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ നീണ്ടു പോകുന്ന നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. 72 മണിക്കൂറിനുള്ളിൽ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാരുമായ സ്ത്രീ നയിക്കും. ആമേൻ.